നമസ്കാരം. ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത്. നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം, സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ 27 നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ഉള്ളത്. ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ. നിരയന ജ്യോതിഷമെന്നും പറയും. നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺചിമ്മി തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് 13.25 ഡിഗ്രി, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 13.33 ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം. ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് 360 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ 30 ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി, അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശി മണ്ഡലം എന്ന് പറയുന്നത്. അങ്ങനെ 12 രാശികൾ, 30 ഡിഗ്രി അളവ് വീതമുള്ള 12 രാശികൾ ചേരുമ്പോൾ ഒരു രാശിചക്രം, വൃത്താകൃതിയിലുള്ള ഒരു രാശിചക്രം പൂർത്തിയാകും. ഇത് കൂടാതെ 360 ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ 27 ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും 13.33 അളവുള്ള ഒരു മേഖലയായിട്ട് വരും. ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ്, താരാപഥങ്ങളുടെ വ്യൂഹം, അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ 13.33 ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ്. ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാൻ എടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ. അത് ശരാശരി 60 നാഴിക അഥവാ 24 മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത്. ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത്. തൃക്കേട്ട നാളുകാരുടെ നക്ഷത്രാധിപൻ ബുധനാണ്. ബുധദശയിലാണ് ജനനം. തൃക്കേട്ട നാൾ എത്ര നാഴിക വിനാഴിക ചെന്നു എന്നതിനെ ആശ്രയിച്ച് ജന്മശിഷ്ടം ബുധദശ എത്ര കാലം ബാക്കിയുണ്ട് എന്ന് കണക്കാക്കാവുന്നതാണ്. ബാല്യകാലത്തിൻ്റെ ഏറെക്കുറെ പൂർണ്ണത വരെ ബുധദശാകാലം ശിഷ്ടദശ ഉണ്ടായിരിക്കുന്നതാണ്. തീരശൈശവവും ബാല്യവും ഈ ബുധദശയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വളരെ കൂടുതലായിട്ടുള്ള ഒരു ക്ലേശങ്ങളൊന്നും അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെ ബുധദശ കഴിഞ്ഞാൽ ബാല്യകാലത്തിൻ്റെ സമാപനത്തോട് അനുബന്ധിച്ച് വരുന്ന കേതുദശ കൗമാരത്തിൻ്റെ പൂർത്തീകരണം വരെയാണ് നിലനിൽക്കുന്നത്. ഏറെക്കുറെ
വിദ്യാഭ്യാസത്തിൻ്റെ ഉപരിഘട്ടങ്ങൾ, കലാലയഘട്ടമെല്ലാം ഈ കേതുവിൽ വരുന്നത് കൊണ്ട് തന്നെ പഠനകാര്യങ്ങളിൽ ഒരു മന്ദതയോ ഒരു പോരായ്മയോ ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വളരെയധികം തൃക്കേട്ട നാളുകാർ ശ്രദ്ധിക്കണം. അവരുടെ കൗമാരത്തിൻ്റെ ആരംഭം മുതൽ യൗവനത്തിൻ്റെ ആരംഭം വരെയുള്ള ആ കാലഘട്ടം കേതുവിലൂടെ കടന്നു പോകുന്നതിനാൽ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കാതെ ശ്രദ്ധിക്കുക. യൗവനാരംഭം മുതൽ യൗവനാന്ത്യം വരെയുള്ള നീണ്ടു നിൽക്കുന്നതായ 20 വർഷ കാലഘട്ടം തുടർന്ന് ശുക്രദശയാണ്. തൊഴിലന്വേഷണവും തൊഴിലിനു വേണ്ടിയുള്ള പരിശ്രമവും അത് നേടിയെടുക്കലുമെല്ലാം ഈ ശുക്രദശയിൽ സംഭവിക്കുന്നത് കൊണ്ട് ആ വക കാര്യങ്ങളിൽ പ്രയോജനങ്ങൾ ഉണ്ടാകുകയാണ് പതിവ്. നല്ല രീതിയിൽ ഒരു ജോലി കണ്ടെത്തുന്നതിന് സാധിക്കാറുണ്ട്. വളരെ നേട്ടങ്ങൾ അതിൽ നിന്ന് കൈവരിക്കാനായിട്ട് സാധിക്കാറുണ്ട്. ജീവിതത്തിൽ നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടവും കൂടെയാണ് ഈ ശുക്രദശാകാലം. മധ്യപ്രായത്തിൻ്റെ ആരംഭഘട്ടത്തിൽ കടന്നു വരുന്നതായ ആദിത്യൻ 6 വർഷം, തുടർന്ന് ചന്ദ്രൻ 10 വർഷം, പിന്നീട് ചൊവ്വ 7 വർഷം. ഈ 3 ദശാകാലങ്ങൾ കടന്നു പോകുന്നതോടുകൂടി വാർദ്ധക്യത്തിൻ്റെ ആരംഭം എത്തിച്ചേരുകയായി. മധ്യകാലഘട്ടത്തിൽ ആദിത്യനും ചന്ദ്രനും ചൊവ്വായും കടന്നു പോകുന്നത് കൊണ്ട് തന്നെ മധ്യപ്രായം നേട്ടങ്ങളുടേതായിരിക്കും അധികവും. പല കാര്യങ്ങളിലും വളരെ പ്രയോജനങ്ങൾ കൈവരിക്കാനുള്ള അവസരം ഉണ്ടാകാറുണ്ട് ഈ കാലയളവിൽ. വാർദ്ധക്യ ആരംഭത്തോടുകൂടി രാഹുദശ ആരംഭിക്കുന്നതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായി പലതരം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാം. ശാരീരികമായി എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയും ജാഗ്രതയും വെച്ച് പുലർത്തേണ്ട ഒരു ഘട്ടമാണ് ഇത്. വ്യക്തിപരമായി ഗ്രഹനില, ജനനത്തീയതി, സമയവും അനുസരിച്ച് തയ്യാറാക്കി അതിൻ പ്രകാരമുള്ള പരിഹാരങ്ങൾ വേണം ചെയ്യേണ്ടത്.